നമുക്കിനി എറണാകുളത്തേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. വിവരങ്ങൾ AT അശ്വതി നൽകും. അശ്വതി, BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ മത്സരരംഗത്തേക്ക് എത്തുകയാണ് NDA സ്ഥാനാർത്ഥിയായി. എന്തായാലും ഹൈബി ഈഡനെ വെല്ലുവിളിക്കുക KS രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എന്താണ് ഹൈബിയെ വെല്ലുവിളിച്ച് മുന്നേറാൻ രാധാകൃഷ്ണന് കഴിയുമോ? എങ്ങനെയാണ് എറണാകുളത്തെ സാഹചര്യം? ഫിജി, ഇപ്പോൾ എറണാകുളത്തെ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിൽ 2020 സ്ഥാനാർത്ഥി ആന്റണി ജൂഡി, അതുപോലെ തന്നെ ഹൈബി ഈഡൻ, KJ ഷൈൻ, ഒപ്പം ഡോക്ടർ KS രാധാകൃഷ്ണൻ. KS രാധാകൃഷ്ണൻ ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ഉള്ളത്. അദ്ദേഹം എന്തായാലും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഹൈബി ഈഡനോട് ഏറ്റുമുട്ടുമ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണന് എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമാണ്. പക്ഷെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹം ഇന്ന് രാവിലെ സീറോ മലബാർ സഭ ആസ്ഥാനമായിട്ടുള്ള സെന്റ് തോമസ് മൗണ്ട് കാക്കനാട് സന്ദർശിച്ചുകൊണ്ടാണ് തന്റെ പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് നഗരത്തിലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി വോട്ടർമാരെ നേരിട്ട് കാണും. ഇതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട. അതായത് ഇന്ന് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. എന്തായാലും സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് അദ്ദേഹം തന്റെ പര്യടനം ആരംഭിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതിനു മുൻപും അദ്ദേഹം പലതവണ സെന്റ് തോമസ് മൗണ്ടിൽ പോവുകയും ഈ BJP നേതാക്കളൊക്കെ തന്നെ അവിടെ പോവുകയും മറ്റും ചെയ്യുന്ന സാഹചര്യത്തിലും അത് തന്റെ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി പോയതാണ് എന്നുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം നിന്നിരുന്നത്. ആലഞ്ചേരി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആയിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് റാഫേൽ തട്ടിലാണ് കർദിനാൾ ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറെ കൂടി പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇന്ത്യയിൽ ആകെ അലയടിക്കുന്ന മോദി തരംഗം എറണാകുളത്തും ഉണ്ടാകും എന്നൊരു പ്രതികരണമാണ് KS രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. LDFും UDFും സൗഹൃദ മത്സരം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു. ഇതാണ് അദ്ദേഹം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. അത് ഈ മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിക്കുന്നത് എന്നതും വളരെ പ്രസക്തമാണ്. ഫിജി, ശരി അശ്വതി. എറണാകുളം മണ്ഡലത്തിൽ KJ ഷൈൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നു, കാണാം ദൃശ്യങ്ങൾ. ഒപ്പം ഹൈബി ഈഡൻ, ഇപ്പോൾ KS രാധാകൃഷ്ണനാണ് ഇവർക്ക് രണ്ടിനും ഇടയിൽ സ്ഥാനാർത്ഥിയായി വരുന്നത്.